നമ്മുടെ വീടിനോട് ചേർന്നിട്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു ദേവീക്ഷേത്രമുണ്ട്. ചേറമ്പറ്റ ശ്രീ ഭഗവതി ക്ഷേത്രം എന്നാണ് ക്ഷേത്രത്തിൻ്റെ പേര്. മാർച്ച് 22-ാം തീയതിയാണ് ഇവിടുത്തെ പൂരം വരുന്നത്. അപ്പം അതിനോടനുബന്ധിച്ച് 19-ാം തീയതി പറയെടുപ്പ് ഉണ്ടാവും. പറയെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും വന്നിട്ട് ദേവിയുടെ 19-ാം തീയതി ദേവിയുടെ തിരുമുമ്പിൽ ദേവിയുടെ അറയിൽ നിന്ന് എടുക്കുന്ന നെല്ല് എടുത്തിട്ട് ദേവിയുടെ തിരുമുമ്പിൽ വെച്ചിട്ട് പറ നിറയ്ക്കും. ആ പറ നിറച്ച പറയും നെല്ലുമായിട്ട് വീടുകൾ തോറും നടക്കും. അപ്പോൾ വീടുകളിൽ നെല്ലുണ്ടെങ്കിൽ നമ്മളോട് വന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നെല്ലുണ്ടെങ്കിൽ നമ്മൾ ആ നെല്ല് പറ നിറച്ചു കൊടുത്താൽ മതി. അതല്ലെങ്കിൽ അന്നേ ദിവസം ക്ഷേത്രത്തിൽ വെച്ചിട്ട് നിറച്ചിട്ടുള്ള പറയും നെല്ലും നമ്മുടെ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്നിട്ട് അവർ മുറത്തിലെടുത്ത് വെച്ച് നമ്മളോട് ആ പറ നിറച്ച് കൊടുക്കാൻ പറയും. അപ്പം നമ്മൾ മുറ്റം ചാണകം മെഴുകി വെച്ച് കഴിഞ്ഞാൽ അന്നേ ദിവസം രാവിലെ അവർ വന്നിട്ട് അണിയും. നമ്മുടെ ഇവിടെയാണ് ഈ അണിയുക എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ കോലം വരയ്ക്കുക എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഈ മുറ്റം അണിയുക എന്നുള്ളത് ആ വാക്ക് കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ അരിമാവ് വെച്ചിട്ട് അണിഞ്ഞിട്ട് നമ്മുടെ വിളക്കും ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു കൊടുത്ത് നമ്മുടെ വീട്ടുമുറ്റത്തുള്ള പുഷ്പങ്ങളൊക്കെ ദേവിക്ക് സമർപ്പിക്കും. അവർ പറ നിറയ്ക്കലാണ് ചെയ്യാറ്. അപ്പോൾ പല പല ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറ നിറയ്ക്കുന്നത്. അപ്പം ദേവിയുടെ ക്ഷേത്രം മുറ്റത്ത് തന്നെ ഉണ്ട് പറ നിറയ്ക്കുന്നുണ്ട്. ഇത് നെല്ല് മാത്രം, അതായത് സമൃദ്ധിക്ക് വേണ്ടി, വീടിൻ്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും സമൃദ്ധിക്കും വേണ്ടിയിട്ടാണ് നെല്ല് പ്രധാനമായിട്ടും പറ നിറയ്ക്കുന്നത്. അപ്പോൾ അവിടെ ദേവീക്ഷേത്രത്തിൽ പൊതുവെ നെല്ലുണ്ട്, അരിയുണ്ട്, അതുപോലെ മലര്, മഞ്ഞൾ, അങ്ങനെ പല പല കാര്യങ്ങൾ പറ നിറയ്ക്കുന്നുണ്ട്. പല പല ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് രോഗശാന്തിക്ക് വേണ്ടിയിട്ട്, വീടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട്, സമൃദ്ധിക്ക് വേണ്ടിയിട്ട്, കുട്ടികൾ ഉണ്ടാവാൻ, ആൺകുട്ടി ഉണ്ടാവാൻ, പെൺകുട്ടി ഉണ്ടാവാൻ, അതുപോലെ പല പല ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് പലരും പറ നിറയ്ക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഹെൽത്ത് വൈസ് പ്രോബ്ലംസ് ഉള്ള ഇത് കാരണം കൊണ്ട് നമുക്ക് കുറച്ച് നാളായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ പറ നിറച്ചു, കുറച്ച് ഓക്കെ ആയി. നമ്മൾ പൂരത്തിനൊന്നും അങ്ങനെ പോകാറില്ല, കാരണം ഇവിടെ രാത്രി പൂരമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പോകാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് നമ്മൾ പൂരം കാണാനൊന്നും പോകാറില്ല. അപ്പോൾ രാവിലെ ഒന്ന് പോയി ക്ഷേത്രത്തിൽ പോയി ഒന്ന് ദേവിയെ തൊഴുത് പ്രാർത്ഥിച്ച് തിരിച്ചു വരാറാണ് ചെയ്യാറ്. അപ്പോൾ കുറച്ച് നാളായിട്ട് അതിനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ അതിന് കഴിയുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത്. കുറച്ച് ഓക്കെ ആയി, ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ദേവി എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും അനുഗ്രഹമൊക്കെ തട്ടേന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലുള്ള പൂരത്തിൻ്റെ കാഴ്ചകൾ കേട്ടോ, നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്.